ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. നമ്മുടെ ബിഗ് ലേണിംഗിന്റെ അടുത്ത ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്രാൻസ്മിഷനിലെ 8ാമത്തെ വീഡിയോ ആണിത്. കേൾക്കാമല്ലോ അല്ലേ? ഈ 8ാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവ് ലൈൻ ആണ് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ സിലബസിൽ നിങ്ങൾ നോക്കിയാൽ കഴ്സർ കാണാമല്ലോ അല്ലേ? ശരി. പ്രൊപ്പലർ ഡ്രൈവ് ലൈന് അതിൽ നമ്മൾ പ്രൊപ്പലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, ടോർ ട്യൂബ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പോർഷൻ ആണെന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ ഇതിൽ നമ്മൾ എന്താണ് നമ്മുടെ ഓവർ ഡ്രൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർ ഡ്രൈവും നമ്മൾ നോക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻസിൽ ഓവർ ഡ്രൈവ്, അതിൽ ഡ്രൈവ് ലൈനിൽ വരുന്ന പ്രൊപ്പലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, പിന്നെ CV ജോയിന്റ് എന്ന കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഓവർ ഡ്രൈവ് എന്താണ്? ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓവർ ഡ്രൈവിനെ കുറിച്ച്? ഈ ഓവർ ഡ്രൈവിനകത്തുനിന്ന് സ്ഥിരം നമുക്ക് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓവർ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ ട്രാൻസ്മിഷൻ ആണെന്ന് വിചാരിക്കുക. ഗിയർ ബോക്സ്. ഓക്കെ, ഇത് ഗിയർ ബോക്സ് ആണ്. ഈ ഗിയർ ബോക്സ് ഇത് പ്രൊപ്പലർ ഷാഫ്റ്റ് ആണ്. ഇതിന് രണ്ടിനും ഇടയിലാണ് നമ്മൾ ഓവർ ഡ്രൈവിനെ ഫിറ്റ് ചെയ്യുന്നത് ഓർക്കുക. ഓവർ ഡ്രൈവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ദ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ആൻഡ് ദ പ്രൊപ്പലർ ഷാഫ്റ്റ്. പ്രൊപ്പലർ ഷാഫ്റ്റിന്റെയും ട്രാൻസ്മിഷന്റെയും ഇടയിലാണ് നമ്മൾ ഓവർ ഡ്രൈവിനെ നമ്മൾ വെക്കുന്നത്. അല്ലെങ്കിൽ ഓവർ ഡ്രൈവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ആൻഡ് ദ പ്രൊപ്പലർ ഷാഫ്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു വരുത്. ഇനി ഓവർ ഡ്രൈവ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദ പർപ്പസ് ഓഫ് ആൻ ഓവർ ഡ്രൈവ് എന്തിനാണ്? ഓവർ ഡ്രൈവ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഓവർ ഡ്രൈവ് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ്? അതായത് ഈ ഓവർ ഡ്രൈവിനെ സംബന്ധിച്ചിടത്തോളം ഓവർ ഡ്രൈവിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആണ്. ഗിയർ ബോക്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആണ് ഓവർ ഡ്രൈവിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ്. ഓവർ ഡ്രൈവിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്ന ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പലർ ഷാഫ്റ്റ് ആയിരിക്കും. അതായത് ഓവർ ഡ്രൈവ് ആണെങ്കിൽ ഓവർ ഡ്രൈവിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ് എന്ന് പറയുന്ന ആരാണ്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ആരാണ് ഓവർ ഡ്രൈവിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ്? ആരാണ്? ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ്. അതായത് നമ്മുടെ ട്രാൻസ്മിഷന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആണ് ഇതിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ്. ഓക്കെ, ഇതിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊപ്പലർ ഷാഫ്റ്റ്. നമ്മൾ ഓവർ ഡ്രൈവ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിന്റെ എന്താ വരുന്നത് ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ്, അതായത് ഓവർ ഡ്രൈവിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ് കറങ്ങുന്നത് ഒരു 1000 RPM-ലാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 1000 RPM-ലാണ് ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓവർ ഡ്രൈവിന്റെ ഇൻപുട്ട് ഷാഫ്റ്റ് കറങ്ങുന്നതെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിൽ, ഫോർ എക്സാമ്പിൾ ഒരു 1200 RPM-ലോ അല്ലെങ്കിൽ ഒരു 1500 RPM-ലോ ഒക്കെ ആര് കറങ്ങും? നമ്മുടെ പ്രൊപ്പലർ ഷാഫ്റ്റ് കറക്കും. പ്രൊപ്പലർ ഷാഫ്റ്റിനെ കറക്കും. ഇതാണ് ഓവർ ഡ്രൈവ് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ നമ്മൾ ഗിയർ റേഷ്യോ I എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ വിളിച്ചു. I എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയർ റേഷ്യോ I = നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. N1/N2 പഠിച്ചിട്ടില്ലേ? N1/N2 ഇനിയുണ്ട് എന്താണ്? D2/D1 Z2/Z1 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയമീറ്ററിന്റെ കേസിലും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്പർ ഓഫ് ടീത്തിന്റെ കേസിലൊക്കെ നമ്മൾ ഇതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഗിയർ റേഷ്യോ N1/N2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ. ഞാൻ പറഞ്ഞ ഓവർ ഡ്രൈവിനെ സംബന്ധിച്ചോളം ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മൾ 1000 ആണ് ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ആയിട്ട്. 1000 ഡിവൈഡഡ് ബൈ 1500 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് I എപ്പോഴും എന്തായിരിക്കും? ഒന്നിനെക്കാട്ടിയും കൂടുതൽ കിട്ടൂ, ഒന്നിനെക്കാട്ടി കുറഞ്ഞു കിട്ടൂ? I <1 ആയിരിക്കും ഇതിൽ നമ്മുടെ ഓവർ ഡ്രൈവില് ഗിയർ റേഷ്യോ I <1 ആയിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതിനകത്ത് വേറൊരു ഇതിപ്പോ 2 രീതിയിലാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന്, I-യുടെ വാല്യൂ എപ്പോഴും 1-നെക്കാട്ടിയും കുറവായിരിക്കും. ചിലപ്പോൾ ന്യൂമറിക്കൽസ് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ചിലപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഓവർ ഡ്രൈവില് ഇതിന് പറയുന്നത് സ്റ്റെപ്പിംഗ് അപ്പ് ദ ഗിയർ റേഷ്യോ എന്നാണ് പറയുന്നത്. സ്റ്റെപ്പിംഗ് അപ്പ്. ഇങ്ങനെ ഗിയർ റേഷ്യോ I എന്ന് പറഞ്ഞാൽ 1-നെക്കാട്ടിയും കുറവാണെങ്കിലും ഇതിന് പറയുന്ന പേര്, ഇത് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ സ്റ്റെപ്പിംഗ് അപ്പ് ദ ഗിയർ റേഷ്യോ. സ്റ്റെപ്പിംഗ്, അത് മറന്നു പോകരുത്, അത് കോൺട്രോവേഴ്സി ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. സ്റ്റെപ്പിംഗ് അപ്പ് ദ ഗിയർ റേഷ്യോ. അത് ആദ്യമേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യുന്നത് ഗിയർ റേഷ്യോ I-നെ കുറയ്ക്കുവാണെങ്കിലും നമ്മൾ അതിനെ പറയുന്ന പേര് സ്റ്റെപ്പിംഗ് അപ്പ് ദ ഗിയർ റേഷ്യോ എന്നാണ്. സ്റ്റെപ്പിംഗ് അപ്പ് ദ ഗിയർ റേഷ്യോ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ,
ഇത് ഓർത്ത് വയ്ക്കണം. തിരിഞ്ഞു പോകുന്ന ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഗിയർ റേഷ്യോ ഐയിലെ വാല്യൂ നമ്മൾ 1-നെക്കാട്ടിയും കുറവാണ്. പക്ഷേ അതിന് പറയുന്ന പേര്, ഇത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പിംഗ് അപ്പ് ഗിയർ റേഷ്യോ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കണം. പിന്നെ എന്തൊക്കെയാണ് നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗിയർ ബോക്സിനും പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് വെക്കുന്നത്? എന്തിനെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി നിങ്ങൾ യാത്ര ചെയ്താണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ കംപ്ലീറ്റ് നിങ്ങൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. വണ്ടിയുടെ മൈലേജ് കൂടുതലായിരിക്കും കുറവായിരിക്കും? കുറവായിരിക്കും. എന്താണ് റീസൺ? ബിക്കോസ് ഫസ്റ്റ് ഗിയറിലായിരിക്കും എഞ്ചിൻ ഏറ്റവും കൂടുതൽ RPM കറങ്ങുന്ന ഫോർവേഡ് ഗിയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് മൈലേജ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഓവർ ഡ്രൈവിനെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, എഞ്ചിന്റെ സ്പീഡ് അതിന് ആനുപാതികമായിട്ടുള്ള സ്പീഡിലായിരിക്കുള്ള ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് സ്പീഡ് കുറവും, അതായത് ഓവർ ഡ്രൈവിനകത്തോട്ട് കയറുന്ന സ്പീഡ് കുറവും അതിന്റെ വെളിയിലുള്ള സ്പീഡ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എഞ്ചിന്റെ സ്പീഡ് കുറച്ചുകൊണ്ട് വെഹിക്കിളിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, അതിനകത്തുള്ള വെയർ ആൻഡ് ടിയർ ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഈ സാധനം കൊണ്ട് നമുക്കുള്ള മെയിൻ ഉപയോഗം. ഈ ഓവർ ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ പഠിച്ചില്ലായിരുന്നു നമ്മളന്ന്? എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ് മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഈ ഓവർ ഡ്രൈവിനകത്ത് വെക്കുന്നത്. ഓവർ ഡ്രൈവിനകത്ത് ഇരിക്കുന്ന ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. എന്തൊക്കെയുണ്ട്? സൺ ഗിയർ ഉണ്ട്, പ്ലാനറ്ററി ഗിയർ ഉണ്ട്, പിന്നെ നമ്മുടെ കാരിയേജ് ഉണ്ട്. അതിൽ ഓരോന്നിനും ഷാഫ്റ്റ് നമ്മൾ ഓരോന്നിനെ പിടിച്ചു നിർത്തി മറ്റേ കറക്കുന്നതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, നമുക്കറിയാം. ഓക്കെ, നമുക്ക് നോക്കാം ഓവർ ഡ്രൈവ്. ഓക്കെ, ഓവർ ഡ്രൈവ് ഈസ് എ കണ്ടീഷൻ ഇൻ എ വെഹിക്കിൾ ട്രാൻസിഷൻ വെയർ ദ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈവിന്റെ ഔട്ട്പുട്ട് ആരാണ്? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഫാസ്റ്റർ ദാൻ ദ ഇൻപുട്ട്. ഓവർ ഡ്രൈവിന്റെ ഇൻപുട്ട് ആരാണ്? ട്രാൻസ്മിഷന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ ഓവർ ഡ്രൈവ് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ഓവർ ഡ്രൈവ് ദ ഗിയർ റേഷ്യോ ഈസ് ലെസ് ദാൻ 1. ഗിയർ റേഷ്യോ ഐ എന്ന് പറയുന്നത് എപ്പോഴും 1-നെക്കാട്ടി കുറവായിരിക്കും. ഓക്കെ, ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് എഞ്ചിൻ സ്പീഡ് അറ്റ് ഹൈ വെഹിക്കിൾ സ്പീഡ്. അതായത് വെഹിക്കിളിന്റെ സ്പീഡ് നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ പറ്റും. കാര്യം പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പീഡിലായിരിക്കും ആര് കറങ്ങുന്നത്? നമ്മുടെ വീല് കറങ്ങുന്നത്. ഇനി അങ്ങനെ നമുക്ക് എഞ്ചിന്റെ സ്പീഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറയും, എഞ്ചിന്റെ വേറെ കുറയും, പിന്നെ പ്രൊവൈഡ് സ്മൂത്ത് ആൻഡ് ക്വയറ്റ് ക്രൂയിസിങ്, അതായത് വളരെ സ്മൂത്തും ക്വയറ്റുമായിട്ട് സ്പീഡ് നമുക്ക് കൂടാൻ പറ്റും. ഈ കൊടുത്തേക്കുന്നത് എന്താണെന്ന് അറിയാം? ഈ ഓഡിയൻ എഴുതിയേക്കുന്ന സംഭവം കണ്ട, ഇത് ഓവർ ഡ്രൈവ് ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. ഓക്കെ, ഗിയർ ലിവർ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്വിച്ചാണ്. ഈ ഓവർ ഡ്രൈവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓവർ ഡ്രൈവിനകത്തുള്ളത് നമ്മുടെ എന്താണ്? എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ അല്ലെങ്കിൽ പ്ലാനറ്ററി ഗിയർ ട്രെയിൻ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് സണ്ണ്, പ്ലാനറ്റ്, അതെല്ലാം നമുക്കറിയാം. സൺ ഗിയർ നമ്മൾ വിത്തായിട്ട് പഠിച്ചാണ്. സൺ ഗിയർ, പ്ലാനറ്ററി ഗിയർ അറേഞ്ച്മെന്റ്, അതായത് സൺ ഗിയർ അതിന്റെ വെളിയിൽ, പ്ലാനറ്റ്, പിന്നെ അതിനെ കാരിയേജ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഒരു ക്ലച്ച് അറേഞ്ച്മെന്റ്സും പിന്നെ ബ്രേക്കും ഒക്കെ ഇതിനകത്ത് കാണും, ഇതെല്ലാം. ഓക്കെ, അപ്പൊ അത് മിക്ക വണ്ടികളിൽ ഇങ്ങനെ ഒരു സ്വിച്ച് തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? ഓവർ ഡ്രൈവ് ഓക്കെ ആണോ? സ്വിച്ച് നമുക്ക് ഗിയർ ലിവർ അല്ലേ? ഗിയർ ലിവറാണ്. ഗിയർ ലിവർ തന്നെ അറ്റാച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഹൈ സ്പീഡിൽ നിങ്ങൾ ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ഒരു തേരി കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ടോർക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തോ നമ്മൾ ഇത് യൂസ് ചെയ്യത്തില്ല. ഇത് യൂസ് ചെയ്യുന്ന എപ്പോഴെന്ന് പറഞ്ഞാല് നമ്മൾ ക്രൂയിസിങ് ചെയ്ത് നമ്മളിപ്പം എന്താണ് ഒരു ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു ട്രാക്കിൽ കൂടെ നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കാം. അന്നേരം നമുക്ക് ഇത് ചെയ്യാം. ഒരു എന്താണ് അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ ഓവർ ഡ്രൈവിനെ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ടോർക്ക് കൂടുതൽ ഒരു ഹിൽ ക്ലൈംബിങ് സമയത്തൊന്നും ഓവർ ഡ്രൈവിനെ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം അന്നേരം നമുക്ക് വേണമെന്നത് വീലിൽ സ്പീഡല്ല ടോർക്കാണ് വേണത്. അന്നേരം ഇത് ഓവർ ഡ്രൈവിനെ ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നല്ല ഹൈവേയിലൂടെ നമ്മൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാം, ഇതിനെ ഓൺ ചെയ്യിക്കാം. സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓവർ ഡ്രൈവിന്റെ അതായത് ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കിയാൽ ഇനി ഓവർ ഡ്രൈവ് നോർമൽ ഗിയേഴ്സിൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ കൊടുത്തത്? നോർമൽ ഗിയേഴ്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എഞ്ചിൻ സ്പീഡ് ഗ്രേറ്റർ ദാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് സ്പീഡ്. ഇപ്പം മറ്റേതാണെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ സ്പീഡ് ഗ്രേറ്റർ ദാൻ എഞ്ചിൻ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണ് ട്രാൻസ്മിഷന്റെ സ്പീഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
രണ്ടിനും ആനുപാതികമായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് അച്ചീവ്ഡ് യൂസിങ് എ ഗിയർ അറേഞ്ച്മെന്റ്. ഇത് നമ്മൾ ഓവർ ഡ്രൈവിന് ഇത് നമ്മൾ നടത്തുന്ന ഒരു ഗിയർ അറേഞ്ച്മെന്റ് കോമൺലി എന്താണ് എപ്പിസൈക്കിൾ, അതായത് പ്ലാനറ്ററി ഗിയർ അറേഞ്ച്മെന്റ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഒരു നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത് നിങ്ങളുടെ ഗിയർ ബോക്സ് ആണ്. ഇത് നിങ്ങളുടെ പ്രൊപ്പലർ ഷാഫ്റ്റിലേക്ക് പോകുന്ന ഫ്ലാഞ്ച്. ഇതാണ് ആ ഫ്ലാഞ്ച്. ഫ്ലാഞ്ച് എന്ന് മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഒരു ഫ്ലാഞ്ചിലാണ് നമ്മൾ പ്രൊപ്പലർ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഫ്ലാഞ്ച്, ആ ഫ്ലാഞ്ച് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ എൻഡിലും ഈ ഒരു ഫ്ലാഞ്ച് കാണും. ഈ ഫ്ലാഞ്ച് വഴി നമ്മൾ നട്ടും ബോൾട്ടും ഇട്ടിട്ടാണ് പ്രൊപ്പലർ ഷാഫ്റ്റിനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രൊപ്പലർ ഷാഫ്റ്റിനും ഇത് നിങ്ങൾ ട്രാൻസ്മിഷൻ ആണെങ്കിൽ അതിന് രണ്ടിനും ഇടയിലാണ് ആര് വരുന്നത്, നമ്മുടെ ഓവർ ഡ്രൈവ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇതിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ഗിയർ റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണ്, സ്റ്റെപ്പിംഗ് അപ്പ് ദ ഗിയർ റേഷ്യോ ആണ് ഇത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിംഗ് അപ്പ് ദ ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഔട്ട്പുട്ട് സ്പീഡ് ഇൻപുട്ട് സ്പീഡിനെക്കാട്ടിയും കൂടുതലാക്കുക എന്നുള്ളതാണ്. പക്ഷേ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഗിയർ റേഷ്യോ ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അതാണ് സംഭവം. ഓവർ ഡ്രൈവിൽ വരുന്ന നമ്മുടെ ഈ എപ്പിസൈക്കിളിൽ വരുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതാണ് ഒരു സൺ ഗിയർ ഉണ്ട്, പിന്നെ പ്ലാനറ്റ് ഗിയർ ഉണ്ട്, പിന്നെ പ്ലാനറ്റ് ക്യാരിയർ ഉണ്ട്. പ്ലാനറ്റ് ക്യാരിയറിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിൽ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആണ്, അതിലൊരു ഫ്രീ വീൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു കേസിംഗ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ വെളിയിലുള്ള ഗിയറിന് നമ്മൾ പറയുന്നത് എന്താണ്, ഓർമ്മയുണ്ടല്ലോ, എന്താണ് റിംഗ് ഗിയർ എന്ന് പറയും. റിംഗ് ഗിയർ അതിന് മാത്രമുള്ള പ്രത്യേകത എന്താണ്, അതിന് മാത്രം ഇന്റേണൽ ഗിയേഴ്സ് ആയിരിക്കും, അതായത് ആനുലാർ ഗിയേഴ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെ ഔട്ട്പുട്ട് ഷാഫ്റ്റ്, ഇതാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഭാഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൺ ഗിയർ ഉണ്ട്, നമുക്ക് ആൾറെഡി പഠിച്ച എന്നാലും റീകോൾ ചെയ്യാം. സൺ ഗിയർ ഉണ്ട്, പ്ലാനറ്റ് ഗിയർ ഉണ്ട്, പ്ലാനറ്റ് ക്യാരിയർ ഉണ്ട്, റിംഗ് ഗിയർ അത് ആനുലർ ആണ്. ആനുലർ എന്ന് പറഞ്ഞാൽ അകത്താണ് പല്ലുകൾ വരുന്നത്. പിന്നെ ക്ലച്ച് ആൻഡ് ബ്രേക്ക് മെക്കാനിസം ഉണ്ട്. കാര്യം ഒന്നിനെ പിടിച്ചു നിർത്തിയിട്ടാണ് മറ്റതിനെ കറക്കുന്നത്, നമുക്കറിയാം. ഹൈഡ്രോളിക് ഓർ ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റംസ് കാണും. ഓക്കെ, ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ദ യൂണിറ്റ് ഈസ് മൗണ്ടഡ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ ഓവർ ഡ്രൈവിന്റെ പൊസിഷൻ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കൊടുത്തേക്കുന്നത്. ഈസ് മൗണ്ടഡ് ആഫ്റ്റർ ദ ഗിയർ ബോക്സ് ആൻഡ് ബിഫോർ ദ പ്രൊപ്പലർ. എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിനും പ്രൊപ്പലർ ഷാഫ്റ്റിനും ഇടയിലാണ് നമ്മൾ ഈ സാധനത്തിനെ മൗണ്ട് ചെയ്യുന്നത്. ഓവർ ഡ്രൈവിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓവർ ഡ്രൈവ് ഈസ് മൗണ്ടഡ് ഇൻ ബിറ്റ്വീൻ ദ ഗിയർ ബോക്സ് ആൻഡ് ദ പ്രൊപ്പലർ ഷാഫ്റ്റ്. അതാണ് സംഭവം. ഇനി ഇപ്പൊ നോർമൽ ഡ്രൈവിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓവർ ഡ്രൈവ് ഡിസെൻഗേജ് ചെയ്യും. നോർമൽ ഡ്രൈവിൽ നമ്മളിപ്പം ടോർക്ക് കൂടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് നോർമൽ ഡ്രൈവിലാണ് നമ്മൾ ഇതിനെ ഡിസെൻഗേജ് ചെയ്യും. ഓക്കെ, അതിന് സ്വിച്ച് ഉണ്ട്. പവർ ഫ്ലോ ഡയറക്ട്ലി ഫ്രം ഗിയർ ബോക്സ് ടു പ്രൊപ്പലർ. എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിനകത്തുള്ള ഇത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓവർ ഡ്രൈവിന്റെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് കറങ്ങുന്ന അതേ സ്പീഡിൽ തന്നെ ആര് കറങ്ങും, പ്രൊപ്പലർ ഷാഫ്റ്റ് കറങ്ങും. അതാണ് പറയുന്നത്. ഇപ്പൊ ഗിയർ റേഷ്യോ 1 ആണ്. അതായത് ഞാൻ പറയുന്ന ഗിയർ റേഷ്യോ ആര് തമ്മിലുള്ളതാണ്, ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റും നമ്മുടെ പ്രൊപ്പലർ ഷാഫ്റ്റും തമ്മിലുള്ള ഗിയർ റേഷ്യോ അന്നേരം 1 ആയിരിക്കും. ക്ലിയർ? കാര്യം രണ്ടും ഒരേ സ്പീഡിലായിരിക്കും. നമുക്ക് ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, N1/N2. N1/N2 ആണെങ്കിൽ ഈ ഗിയർ ബോക്സിന്റെ N2 ആണ് ഇത്, ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആണ് ഇത്. ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഓഫ് ഗിയർ ബോക്സ് കറങ്ങുന്ന സ്പീഡ്. ഇത് ആരാണ്, പ്രൊപ്പലർ ഷാഫ്റ്റ് കറങ്ങുന്ന സ്പീഡ്. ഇത് രണ്ടും ഒറ്റ സ്പീഡിലാണെങ്കിൽ രണ്ടിന്റെ വാല്യൂ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അതാണ് പറയുന്നത്. ഗിയർ റേഷ്യോ 1 ആയിരിക്കും എപ്പോഴും. ഒരു ഗിയർ നമ്മുടെ ഓവർ ഡ്രൈവിനെ ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്ത് ഗിയർ റേഷ്യോ 1 ആയിരിക്കും. ആര് തമ്മിലാണ്, ഗിയർ ബോക്സ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആൻഡ് പ്രൊപ്പലർ ഷാഫ്റ്റ് തമ്മിലുള്ള ഗിയർ റേഷ്യോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1 ആയിരിക്കും. രണ്ടും ഒരേ സ്പീഡിലായിരിക്കും ഇറങ്ങുന്നതാണ് അർത്ഥം. ഇനി ഓവർ ഡ്രൈവിനെ നമ്മൾ എൻഗേജ് ചെയ്യുവാണ്. ഓവർ ഡ്രൈവിനെ എൻഗേജ് ചെയ്യുന്നത് നിങ്ങൾ ആ സ്വിച്ചിനെ ഓൺ ചെയ്ത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും, 1 മെമ്പർ ഓഫ് ദ എപ്പിസൈക്ലിക് ഗിയർ. യൂഷ്വലി നമ്മൾ റിംഗ് ഗിയർ സ്റ്റേഷനറി ആയിട്ട് നിർത്തും. റിംഗ് ഗിയറിനെ സ്റ്റേഷനറി ആയിട്ട് നിർത്താനായിട്ട് ഇവിടെ ക്ലച്ചും ബ്രേക്ക് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഇനി സൺ ഗിയർ റിസീവ്സ് ഇൻപുട്ട് ഫ്രം ദ ഗിയർ ബോക്സ്. ഗിയർ ബോക്സ് നിന്ന് ഇൻപുട്ട് കിട്ടുന്നത് സൺ ഗിയറിനാണ്. അതായത് നമ്മുടെ മധ്യത്തെ ഇവിടെ നിന്നാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സൺ ഗിയർ റിസീവ്സ്, ഓർത്ത് പോകണം, സൺ ഗിയർ ആണ് ഇൻപുട്ട് ഗിയർ ബോക്സ് നിന്ന് കിട്ടുന്നത്. ഇനി പ്ലാനറ്റ് ക്യാരിയർ ഗീസ് ഔട്ട്പുട്ട്. നമുക്ക് ഇതാണ് പ്ലാനറ്റ് ക്യാരിയർ നമുക്കറിയാം. ഇതാണ് സാധനം. ഇതിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളത് ഓർത്ത്. ഇനി അന്നേരം നമ്മൾ റിംഗ് ഗിയറിനെ സ്റ്റേഷനറി ആയിട്ട് അറസ്റ്റ് ചെയ്ത് നിർത്തും. ഔട്ട്പുട്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഫാസ്റ്റർ ദാൻ ഇൻപുട്ട്. അങ്ങനെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് നമ്മൾ ഇൻപുട്ട് ഷാഫ്റ്റിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിൽ കറങ്ങും. എഞ്ചിൻ RPM റെഡ്യൂസസ് വൈൽ വെഹിക്കിൾ സ്പീഡ് റിമീൻസ്. അതായത് എഞ്ചിന്റെ RPM കുറവായിരിക്കും, അതേ സമയത്ത് തന്നെ നമുക്ക് വെഹിക്കിളിന്റെ സ്പീഡ് കൂടുതൽ കിട്ടും. ഇവിടെ ഞാൻ പറയാം, ഇത് നമ്മുടെ ഓവർ ഡ്രൈവിനെ ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്ത് പ്രൊപ്പലർ ഷാഫ്റ്റും ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റും ഒരേ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഗിയർ റേഷ്യോ ബിറ്റ്വീൻ പ്രൊപ്പലർ ഷാഫ്റ്റ് ആൻഡ് ഗിയർ ബോക്സ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്ന് നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഇതിനെ ഓവർ ഡ്രൈവിനെ എൻഗേജ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഈ പറഞ്ഞ റിംഗ് ഗിയറിനെ നമ്മൾ സ്റ്റേഷനറി നിർത്തിയിട്ട് സൺ ഗിയറിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു. അതായത് ഗിയർ ബോക്സിലുള്ള ഔട്ട്പുട്ടാണ് ഇതിന് ഇൻപുട്ട്. അത് നമ്മൾ സൺ ഗിയറിലോട്ട് കൊടുക്കുന്നു. പ്ലാനറ്റ് കാരിയറിനകത്തുനിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഇൻപുട്ട് കറങ്ങുന്നതിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിൽ ഔട്ട്പുട്ട് ഷാഫ്റ്റ് കറങ്ങി നമുക്ക് സ്പീഡ് കൂടുതൽ കിട്ടും. അപ്പൊ എഞ്ചിൻ RPM കുറവായിരിക്കും. ആര് കൂടുതലായിരിക്കും? വെഹിക്കിൾ പോകുന്നത്. വെഹിക്കിൾ പോകുന്ന മീൻസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കറങ്ങുന്ന RPM കൂടുതലായിരിക്കും. അതാണ് സംഭവം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഗിയർ റേഷ്യോ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗിയർ റേഷ്യോ ഓവർ ഡ്രൈവ് ഗിയർ റേഷ്യോ എപ്പോഴും ഒന്നിനെക്കാട്ടിയും കുറവായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.75:1 എന്നൊക്കെ കിട്ടും. 0.75:1 ഗിയർ റേഷ്യോ ആണെങ്കിൽ എഞ്ചിൻ കറങ്ങുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ 75% സ്പീഡിലായിരിക്കും എഞ്ചിൻ കറങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതായത് ഗിയർ റേഷ്യോ നമുക്ക് 0.75:1 എന്ന് പറഞ്ഞാൽ N1/N2. നിങ്ങൾക്ക് N1/N2 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് 0.75 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ സ്പീഡിന്റെ 75% സ്പീഡിലായിരിക്കും എഞ്ചിൻ കറങ്ങുന്നത്. അപ്പൊ ആരായിരിക്കും കൂടുതൽ സ്പീഡ് കറങ്ങുന്നത്? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കൂടുതൽ സ്പീഡിൽ കറങ്ങും. എഞ്ചിൻ അല്ലെങ്കിൽ ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ്, ഇതിലോട്ട് പോകുന്ന ഷാഫ്റ്റ്, അതിന് ആനുപാതികമായിട്ടുള്ള സ്പീഡിലായിരിക്കുമല്ലോ എഞ്ചിൻ കറങ്ങുന്നത്. 75% അതിനെക്കാട്ടി കുറഞ്ഞ സ്പീഡിലായിരിക്കും എഞ്ചിൻ കറങ്ങുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. എഞ്ചിന്റെ സ്പീഡ് കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിന്റെ RPM കുറയുന്നതനുസരിച്ച് ഫ്യൂൽ എഫിഷ്യൻസി കൂടും. ഈ ഹൈ സ്പീഡിലൊന്നും നമുക്ക് എന്താണ് ഈ ടോർക്ക് വലുതായിട്ട് വേണ്ട. അറിയാലോ, നമുക്ക് സ്പീഡാണ് വേണമെന്നത്, ടോർക്ക് വേണ്ട. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് എന്താണ്? അഡ്വാൻറ്റേജസ് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടുന്നു. ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടുന്നു പറഞ്ഞാൽ നമുക്കറിയാം എഞ്ചിൻ RPM കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കൂടുതൽ കിട്ടും. ഇനി എഞ്ചിന്റെ നോയ്സ് കുറയ്ക്കുന്നു. നമുക്കറിയാം, ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ചാവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അഞ്ച് ഭയങ്കര സ്പീഡിന് കറങ്ങും. അതിനനുസരിച്ചുള്ള സ്പീഡും നോയ്സും എഞ്ചിനകത്തുണ്ടാവും. പക്ഷേ നിങ്ങൾ ഗിയർ ഡൗൺ അപ്പ് ചെയ്ത് ഓരോന്ന് പോയി കഴിഞ്ഞാൽ, അഞ്ചാമത്തെ ഗിയറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിന്റെ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ നോയ്സും കുറവായിരിക്കും. അതേ കണക്ക് തന്നെ ഇതിന്റെ വെയർ ആൻഡ് ടിയർ കുറവായിരിക്കും. വെയർ ആൻഡ് ടിയർ അതായത് തേയ്മാനം കുറവായിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. ഒരു അഡ്വാൻറ്റേജ് ആണ്. വെയർ ആൻഡ് ടിയർ കുറവാണ്. അലൗസ് കംഫർട്ടബിൾ ഹൈ സ്പീഡ് ക്രൂയിസിങ്. അതായത് ഈസി ആയിട്ട് നമ്മൾ ഹൈ സ്പീഡിൽ നമുക്ക് ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റും. എഞ്ചിന്റെ ലൈഫ് കൂട്ടും. എങ്ങനെയാണ് എഞ്ചിന്റെ ലൈഫ് കൂട്ടുന്നത് പറഞ്ഞാൽ വെയർ ആൻഡ് ടിയർ കുറയുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എഞ്ചിന്റെ ലൈഫ് കൂടുന്നുള്ളത്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്: നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്ലൈംബിംഗ് ഹിൽസ്. അതായത് ഹൈ ടോർക്ക് വേണമെന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഓവർ ഡ്രൈവിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ആ ഓവർ ഡ്രൈവ് ഓഫ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഹൈ ടോർക്ക് വേണമെന്ന സ്ഥലങ്ങളിൽ ഓവർ ഡ്രൈവിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇനി ലെസ് ടോർക്ക് അവൈലബിൾ അറ്റ് വീൽസ്. അത് തന്നെയാണ് കാര്യം. വീലിലുള്ള ടോർക്ക് കുറവായിരിക്കും. ഇൻഎഫക്റ്റീവ് അറ്റ് ലോ സ്പീഡ്സ്. അത് തന്നെ, ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ്. ഇൻക്രീസസ് സിസ്റ്റം കോംപ്ലക്സിറ്റി. അതായത് കോംപ്ലക്സിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ്? നേരത്തെ നമുക്ക് വേണമെന്നത് ഓവർ ഡ്രൈവ് ഇല്ലാത്തൊരു വെഹിക്കിളിൽ ഗിയർ ബോക്സ് അവിടെ നിന്ന് ഡയറക്റ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇറങ്ങിയുള്ളതാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഗിയർ ബോക്സിനെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും ഇടയിൽ നമ്മൾ ഓവർ ഡ്രൈവിനെ കൂടെ വയ്ക്കണം. അപ്പം അത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് കൂടും, കോംപ്ലക്സ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഡ്രൈവ് ലൈൻ ആണ്. എന്താണ് ഡ്രൈവ് ലൈൻ എന്ന് പറഞ്ഞാൽ? ഡ്രൈവ് ലൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിന്ന് വീലിലോട്ട് പവർ എത്തിക്കുന്ന ആ സിസ്റ്റമാണ് ഡ്രൈവ് ലൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഡ്രൈവ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ സിസ്റ്റം. അതായത് ഗിയർ ബോക്സിൽ നിന്ന് നമുക്ക് പവറിനെ വീലുകളിൽ എത്തിക്കുന്ന ആ ഫുൾ സിസ്റ്റം നമുക്ക് ഈ പറയുന്ന ഡ്രൈവ് ലൈൻ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഗിയർ ബോക്സ് ഞാൻ ഈ പടം കൊടുത്ത് നിങ്ങൾ ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ എഞ്ചിനാണ്. അതിന്റെ ബാക്കിൽ ക്ലച്ച് ഉണ്ട്. അവിടെ നിന്ന് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇത് നേരെ എവിടെ എത്തുന്നു? ഇതിന്റെ പേരെന്താണ്? ഡിഫറൻഷ്യൽ എത്തും. ഡിഫറൻഷ്യൽ എന്ന് ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന് എന്താണ്? 90 ഡിഗ്രി. ഇപ്പൊ ഇത് ഏത് ഈ എഞ്ചിൻ ഫ്രണ്ടിലും റെയർ വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. അതായത് ഫ്രണ്ട് എഞ്ചിൻ റെയർ വീൽ ഡ്രൈവ് വെഹിക്കിളിന്റെ കാര്യമാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് ഇതിനകത്തുള്ള ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡ്രൈവ് ലൈനിൽ. ഓക്കെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതെ, യു ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? യു ജോയിന്റ് എന്ന് പറഞ്ഞാൽ അബ്രിവേഷൻ ഓഫ് യൂണിവേഴ്സൽ ജോയിന്റ് എന്നാണ്. പിന്നെ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു പേരറിയാം അതിന്? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് സ്ലൈഡിങ് ജോയിന്റ് ഇതിനകത്ത് കൊടുക്കും. ഓക്കെ, പിന്നെ അതായത് സ്ലിപ്പ് ജോയിന്റ് എന്നാണ് വേറൊരു പേര്, അല്ലെങ്കിൽ സ്ലൈഡിങ് ജോയിന്റ് കൊടുക്കും. പിന്നെ എന്താണ്? ഇതിലൊരു ഷാഫ്റ്റ് ഉണ്ട്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 കമ്പോണൻസ് ആണ്.
ഒന്ന് അതിന്റെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഷാഫ്റ്റ് അല്ല. ഈ ഷാഫ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാഫ്റ്റ് പൊള്ളയായിരിക്കും, ഇതിനകം പൊള്ളയായിരിക്കും, നമ്മളെ പൈപ്പ് പോലെ ആയിരിക്കും, പൈപ്പ് പോലെ. ഓക്കെ, അത് ഓർത്ത് നോക്കിയാൽ ഇത് സോളിഡ് ഷാഫ്റ്റ് അല്ല. നമ്മൾ സോളിഡ് ഷാഫ്റ്റ് ചില ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് സോളിഡ് ഷാഫ്റ്റ് അല്ല, ഹോളോ ഷാഫ്റ്റാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഹോളോ ഷാഫ്റ്റിന് ടോർക്ക് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ പഠിക്കും വിശദീകരിച്ച്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് എന്താണ്, ഇവിടം വരെ ഈ പവർ എത്തിക്കുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്. ഇതിനകത്ത് നോക്കിയാൽ ഒരു പിനിയനും ഒരു ബിവൽ ഗിയർ അറേഞ്ച്മെന്റ് ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഈ പവർ 90 ഡിഗ്രി ആക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഹാഫ് ഷാഫ്റ്റ് എന്ന് പറയും, അതായത് ആക്സിൽ ഹാഫ് ഷാഫ്റ്റ് ഒന്ന് ഇങ്ങോട്ടും പോയിട്ടാണ് ഈ വീലിനെ നമ്മൾ പിടിച്ച് കറക്കുന്നത്. അങ്ങനെയാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഡ്രൈവ് ലൈൻ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പോണൻസ് ദാറ്റ് കണക്ട് ദ ട്രാൻസ്മിഷൻ സിസ്റ്റം ടു ദ ഡ്രൈവിംഗ് വീൽസ്. അതായത് നമ്മുടെ ഗിയർ ബോക്സിനെ വീലിലോട്ട് കണക്ട് ചെയ്യുന്ന ആ കമ്പോണൻസ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഡ്രൈവ് ലൈൻ. ഓക്കെ ആണല്ലോ. മെയിൻ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവ് ഷാഫ്റ്റ് നമ്മളെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനാണ് ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ യൂണിവേഴ്സൽ ജോയിന്റ്, കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ്, അത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് CV എന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ അതിന് വരുന്ന ഒരുപാട് ടൈപ്പ് ഉണ്ട്, സെപ്പ ജോയിന്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അത് പിന്നെ ഹാഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന സാധനം, അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സാധനം ഹാഫ് ഷാഫ്റ്റ്. ഇതെല്ലാം അതിന്റെ കമ്പോണൻസ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. നമ്മൾ മനസ്സിലാക്കി പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിങ്ങളെ ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ അറ്റേ ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടിട്ടില്ലേ? ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ നമുക്ക് ഒരു ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അതിനെക്കാട്ടിയും താഴ്ന്ന ലെവലിലായിരിക്കും വീലും ഈ നമ്മുടെ ഡിഫറൻഷ്യൽ യൂണിറ്റും ഒക്കെ അതിനെക്കാട്ടിയും ഹൈറ്റ് കുറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ സെൻട്രൽ ലൈൻ നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ സെൻട്രൽ ലൈൻ ഇതാണ് ആ സെൻട്രൽ ലൈൻ. അതിനെക്കാട്ടിയും താഴ്ന്ന സെൻട്രൽ ലൈനാണ് ആരിയിരിക്കുന്നത്, ഈ വീലും അല്ലെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യലൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വീൽ ഇവിടെ ആയിട്ട് നിങ്ങൾ വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനകത്ത് നമ്മൾ യൂണിവേഴ്സൽ ജോയിന്റ് എന്നുള്ള സാധനമാണ്. യൂണിവേഴ്സൽ ജോയിന്റ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. യൂണിവേഴ്സൽ ജോയിന്റ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആംഗിളിൽ പവർ ട്രാൻസ്മിഷൻ. ഫോർ എക്സാമ്പിൾ ഇതൊരു ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഷാഫ്റ്റ് ആണ്, വേറൊരു ഷാഫ്റ്റ് ഇങ്ങനെ ചരിഞ്ഞാണ് താഴോട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ പവർ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ യൂണിവേഴ്സൽ ജോയിന്റിന് അതിനകത്ത് യോക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, യോക്ക് ഒരു പ്ലസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ യൂണിവേഴ്സൽ ജോയിന്റ് നമ്മൾ ഇവിടെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്, പാരലൽ ഷാഫ്റ്റ് അല്ല, ഇന്റർസെക്റ്റിംഗ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിന്റെ ആക്സിസും ഈ ഷാഫ്റ്റിന്റെ ആക്സിസും ഇവിടെ ഒരു പോയിന്റിൽ ഒന്ന് ഇന്റർസെക്ട് ചെയ്യും. രണ്ട് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോപിക്കുന്നത് യൂണിവേഴ്സൽ ജോയിന്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്? ഇതിനകത്ത് മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റ് ആണ്. ഈ ഷാഫ്റ്റ് എന്തായിരിക്കും? ഹോളോ ഷാഫ്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് മിനിമം രണ്ട് യൂണിവേഴ്സൽ ജോയിന്റ്, യൂണിവേഴ്സൽ കപ്ലിംഗ് എന്ന് പറയും, യു ജോയിന്റ് എന്ന് പറയും, യൂണിവേഴ്സൽ ജോയിന്റ് എന്ന് പറയും, അത് കാണാം. പിന്നെ ഈ ഒരു പോർഷൻ നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഒരു പോർഷൻ. അതായത് ഇതൊരു ഹമ്പാണെന്ന് വിചാരിക്കുക. കാണുന്നുണ്ടല്ലേ? കാണാമല്ലേ? വ്യക്തമായിട്ട് കാണാമല്ലേ? കണ്ട് ഇതൊരു ഹമ്പാണ്. ഈ കാണാമല്ലേ? ഈ ഹമ്പില് ഈ വീല് കയറുവാണ്. ഈ വീല് കയറുമ്പം സ്വാഭാവികമായിട്ടും ഈ യൂണിറ്റ് കംപ്ലീറ്റ് ഒന്ന് മേലോട്ട് പോകും. മേലോട്ട് പോകുന്നതിന് മുമ്പ് ഇത്രയും നീളം ഇതിന്റെ ഇവിടം വരെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ മേലിൽ പോകുമ്പോൾ ഇതിന്റെ നീളം എന്ത് ചെയ്യണം? കൂടണോ കുറയണോ? മേലിലോട്ട്, ഞാൻ പറഞ്ഞ ഹമ്പിൽ കയറുന്ന സമയത്ത് ഈ സാധനത്തിന്റെ കുറയണം. എന്നിട്ട് ഹമ്പിൽ കയറി ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഈ നീളത്തിലോട്ട് വരണം. അതിനുവേണ്ടിയാണ് ആക്ച്വലി ഇതിനകത്ത് ഈ സ്ലൈഡിങ് ജോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ലിപ്പ് ജോയിന്റ് എന്ന സാധനം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇതിന് യഥാർത്ഥത്തിൽ ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വരുന്ന പവർ കംപ്ലീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഹോളോ ഷാഫ്റ്റ് ആണ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്. ഈ യൂണിവേഴ്സൽ ജോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സൽ ജോയിന്റിനെ ഒരിക്കലും നമുക്കൊരു ഒരു 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 സ്ട്രെയിറ്റ് ഒറ്റ ഷാഫ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സസ്പെൻഷന്റെ മൂവ്മെന്റ് കാരണം ബാക്ക് വീല് മേലോട്ട് താഴോട്ട് മൂവ് ചെയ്യും. അപ്പൊ അതിനൊരു ആംഗിളിൽ വേണം സെറ്റ് ചെയ്യാൻ. അത് മാത്രമല്ല വേറൊരു റീസൺ കൂടെ ഉണ്ട്. എന്താണ്? ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റിലും ആയിരിക്കും അതിന്റെ സെൻട്രൽ ലൈൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ. പക്ഷെ
പ്രൊപ്പലർ നമ്മുടെ ഡിഫറൻഷ്യലും അല്ലെങ്കിൽ ആക്സിലും ഒക്കെ ഇരിക്കുന്നത് ലോവർ ഹൈറ്റിലും ആയിരിക്കും. ഓക്കെ, അപ്പം വണ്ടിയുടെ ഇപ്പം നിങ്ങൾ ഒരു ബസ് എടുത്താൽ പോലും ബസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊപ്പലർ ഷാഫ്റ്റ് 2 ഷാഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ 2 ഷാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു എന്താണ് സപ്പോർട്ടിങ് ഒരു ബെയറിംഗ്, സപ്പോർട്ട് ബെയറിംഗ് എന്ന് പറയും. അത് സെൻട്രൽ ബെയറിംഗ് എന്നൊക്കെയാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ പറയുന്നത്, പക്ഷെ അതിന് സപ്പോർട്ടിംഗ് ബെയറിംഗ് എന്നാണ് പറയുന്നത്. ഈ സപ്പോർട്ടിംഗ് ബെയറിംഗ് എവിടെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത് അറിയാം ആർക്കെങ്കിലും? ക്രോസ് മെമ്പറിലാണ്, കേസിന്റെ ക്രോസ് മെമ്പറിലാണ് ഈ സപ്പോർട്ടിംഗ് ബെയറിങ്ങിനെ നമ്മൾ മൗണ്ട് ചെയ്തേക്കുന്നത്. ഓർത്ത് വയ്ക്കുക. അത് പല ഓപ്ഷൻ വരും, ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ വേറെ പല ഓപ്ഷൻസും കാണും. സപ്പോർട്ട് ചെയ്തേക്കുന്നത് ചേസിന്റെ ക്രോസ് മെമ്പർ നിങ്ങൾ പഠിച്ചില്ലേ, ഓർമ്മയില്ലേ? ക്രോസ് മെമ്പേഴ്സ് കാണും. നമ്മൾ തന്നെ ഒരു ലാഡർ ടൈപ്പ് ചേസ് ആണിതെങ്കിൽ ഇങ്ങനത്തെ ക്രോസ് മെമ്പേഴ്സ് കാണുമെന്ന് പറഞ്ഞില്ലേ, പഠിച്ചില്ലേ, ഓർമ്മയില്ലേ? ഈ ക്രോസ് മെമ്പറിൽ ആണ് നമ്മൾ ഈ സപ്പോർട്ടിംഗ് ബെയറിങ്ങിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓർക്ക്. ഓക്കെ, അപ്പൊ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അതിന് പറയുന്ന വേറൊരു പേര് ഡ്രൈവ് ഷാഫ്റ്റ് എന്നാണ്, ഓർത്ത് വയ്ക്കുക. ഡ്രൈവ് ഷാഫ്റ്റ് എന്നും പേര് പറയാറുണ്ട്. ഇത് ട്രാൻസ്മിറ്റ് പവർ ഫ്രം ദ ട്രാൻസ്മിഷൻ ടു ദ ഫൈനൽ ഡ്രൈവ്. ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഫൈനൽ ഡ്രൈവ് ഡിഫറൻഷ്യലാണ് ഈ ഫൈനൽ ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ ഫ്രണ്ട് എഞ്ചിൻ റയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ഓർ ഫ്രം ട്രാൻസ്ഫർ ബോക്സ് ടു ദ ആക്സിൽസ് ഇൻ ഓൾ. ഈ ട്രാൻസ്ഫർ കേസിംഗ് എന്നൊക്കെ, ട്രാൻസ്ഫർ കേസ് എന്ന് പറഞ്ഞ സാധനം വരും. അത് ഇതിൽ നമ്മളെ ഈ റയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ മാത്രം ഉള്ള വെഹിക്കിൾ യൂസ് ചെയ്യത്തില്ല. 4 വീൽ ഡ്രൈവ് വെഹിക്കിളിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്ഫർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ കേസ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. 2 പേരുകളുണ്ട്, നിങ്ങളത് മാറിപ്പോയിരിക്കുക. ഒന്ന് ട്രാൻസ്ഫർ കേസ്, അടുത്ത് ട്രാൻസ് ആക്സിൽ എന്ന് പറയുന്ന സംഭവം. ഇനിയിപ്പോൾ നമ്മളത് പഠിക്കും. ട്രാൻസ് ആക്സിലും ഉണ്ട്, ട്രാൻസ്ഫർ കേസും ഉണ്ട്. അത് ഓർത്തോളണം. മെയിൻ കമ്പോണൻസ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് എങ്ങനത്തെ ഷാഫ്റ്റ് ആയിരിക്കും? ഹോളോ ഷാഫ്റ്റ് ആയിരിക്കും. ഇനി യൂണിവേഴ്സൽ ജോയിന്റ്, മിനിമം 2 യൂണിവേഴ്സൽ ജോയിന്റ് കാണും. പിന്നെ ഒരു സ്ലിപ്പ് ജോയിന്റ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ജോയിന്റ് കാണും. അപ്പൊ ഈ യൂണിവേഴ്സൽ ജോയിന്റ് പ്രത്യേകത, യൂണിവേഴ്സൽ ജോയിന്റ് ആരെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണേ. യൂണിവേഴ്സൽ ജോയിന്റ് ആരെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഇന്റർസെക്റ്റിംഗ്. 2 ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാനാണ് യൂണിവേഴ്സൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പാരലൽ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗിയർ ബോക്സിനകത്ത് നിങ്ങൾ 2 ഷാഫ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒരു മെയിൻ ഷാഫ്റ്റും പിന്നെ ലേ ഷാഫ്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റുകളെ പ്രത്യേകത ഇവന്മാർ രണ്ടും പാരലലാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് കണ്ട, ഇതൊരു ഷാഫ്റ്റാണ്, ഇതൊരു ഷാഫ്റ്റാണ്, ഇത് അടുത്ത ഷാഫ്റ്റ് ആണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ തമ്മിൽ ഈ ഇന്റർസെക്റ്റിംഗ് നമ്മൾ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റിന്റെ സെൻട്രൽ ആക്സിസ് നിങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടും. പാരലൽ ഷാഫ്റ്റ് ആണെങ്കിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല, ഇങ്ങനെ പോവും. ഇത് ഇങ്ങനെ നേരെ പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പൊ പറഞ്ഞില്ല, ബാക്കി അകത്തോട്ട് നമ്മൾ പഠിക്കും. അതെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേര് യോക്ക് എന്നാണ്. യോക്ക് യോക്ക്. ഓക്കെ, യോക്ക് മറന്നു വരുത്. പിന്നെ ഇതിന്റെ മധ്യത്ത് ഇങ്ങനെ പ്ലസ് കണക്കൊരു സാധനം ഇരിപ്പുണ്ട്, പ്ലസ് പോലെ ഒരു സാധനം ഇരിപ്പുണ്ട്. അതിന് പറയുന്ന പേര് ക്രോസ് എന്നാണ്. ക്രോസ് CROSS. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ. പറഞ്ഞ യൂണിവേഴ്സൽ ജോയിന്റ് അല്ലെ യൂണിവേഴ്സൽ കപ്ലിങ്ങിന്റെ പാർട്സ്. ഇതെന്താണ് ഈ കൊടുത്തേക്കുന്നത്? ഈ കാണിച്ച എന്താണ്? ഇതെന്താണ്? കണ്ടേ ഈ സംഭവം ആണത് പിനിയൻ. ഈ പിനിയൻ എങ്ങോട്ടാ പോകുന്നത്? ഡിഫറൻഷ്യലിനകത്ത് ഈ പിനിയൻ പോയി മെഷ് ആവുന്ന എവിടെയാണ്? ബിവൽ ഗിയർ അല്ലെ ക്രൗൺ വീലാണ് ഒരു മെഷീൻ. ഇതെന്താണ്? ഈ സാധനം ഇതെന്താണ്? ഈ സംഭവം ഇതാണ് ഫ്ലാഞ്ച്. ഈ ഫ്ലാഞ്ചിനെയാണ് നമ്മളെ ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ടിൽ ഇതേ കണക്ക് ഒരു ഫ്ലാഞ്ച് വന്നിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ടിൽ ഇതേ കണക്ക് ഇതേ ഹോളുള്ള ഒരു 4 ഹോളാണെങ്കിൽ 4 ഹോളുള്ള ഒരു ഫ്ലാഞ്ച് ഗിയർ ബോക്സിന്റെ ഔട്ട്പുട്ടിൽ വന്നിരിക്കും. ആ ഫ്ലാഞ്ചിൽ ഇതിനകത്തോട്ട് കയറ്റി നമ്മൾ ബോൾട്ട് ഇട്ടിട്ട്, ആ ബോൾട്ടിനും പ്രത്യേകത എന്താണ്? സെൽഫ് ലോക്കിംഗ് ബോൾട്ട് ആൻഡ് നട്ടാണ് അതിനകത്ത് ഇടുന്നത്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ, സെൽഫ് ലോക്കിംഗ് ആയിട്ടുള്ള ബോൾട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് ലോക്കിംഗ് ബോൾട്ട് ഇടുന്നത്? ഏതെങ്കിലും കാര്യം ഇത് ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള സംഭവമാണിത്. ഇതിൽ പിന്നെ വെർലിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ വരും. ഓക്കെ, അത് നമ്മൾ ഇതിനെ പഠിക്കും. അപ്പം അത് ഒക്കെ വന്ന് ഇതിനകത്തുള്ള ഈ ബോൾട്ടുകൾ ലൂസ് ആവാതിരിക്കാൻ വേണ്ടി സെൽഫ് ലോക്കിംഗ് ബോൾട്ട് ആൻഡ് നട്ടാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഉറപ്പ് വയ്ക്കുക. ഓക്കെ, ശരി. അല്ലെങ്കിൽ നമുക്ക് താങ്ക് യു വെരി മച്ച്. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.